അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ എ ക്ലാസ്. അപ്പോൾ എ ക്ലാസ് നമ്മൾ ഫുൾ റീബിൽഡ് ചെയ്യാൻ പോകാം കേട്ടോ. അതായത് ചൈനയിൽ നിന്ന് നമ്മൾ പുതിയ കിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഓൾറെഡി 18 മോഡലിലൊക്കെ വരുന്ന ഹെഡ്ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ന്യൂ മോഡലിൻ്റെ ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം, ഇതൊക്കെ ഓൾറെഡി വണ്ടിയിൽ ചെയ്തതാണ് കേട്ടോ നമ്മൾ. പിന്നെ സ്പോയിലർ, ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റ്സും സ്പോയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി മൊത്തത്തിൽ ഒരു ഫുള്ളി കൺവേർഷൻ ഇനി ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന് കിറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഫുൾ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ബമ്പേഴ്സും സ്കേർട്ടിങ്ങും ബാക്ക് ബമ്പേഴ്സും അങ്ങനെ മൊത്തം ഒരു ഫുള്ളി ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വേറൊരു കോമഡി എന്താ വെച്ചാൽ, എങ്ങനെ പോയാലും നമ്മളെ ഗ്യാരേജ് ഒരു പച്ച കളർ തീമിലേ വരുള്ളൂ. ഒരു പച്ച ഫുൾ പച്ച. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലേ ഗൈസ്, അത് അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എങ്ങനെ ആയാലും ലാസ്റ്റ് നമ്മളൊരു ഗ്രീനിലാണ് വന്ന് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമ്മളെന്തായാലും ഒരു ക്യൂട്ട് കളറിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു യെല്ലോയോ അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ണ് കുത്തുന്ന കളർ മൂഡ് പിടിക്കണം. അതെന്തായാലും നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാണ്, ഫുൾ റീബിൽഡ് ചെയ്യണം. അപ്പോൾ അത് റീബിൽഡ് ചെയ്തു എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത്രയും ഒരു വെറൈറ്റി തീമിൽ ചെയ്യണം. നേരെ ഗ്യാരേജിൽ പോവും. കിറ്റ് അവിടെ എത്താനായിട്ടുണ്ട്. അതായത് ഓൾറെഡി റോഷൻ്റെ വീട്ടിലാണ് കിറ്റ് ഉള്ളത്. ഇത് കുറച്ച് ദിവസമായി. നമ്മളപ്പോൾ കിറ്റ് എത്തിയിട്ട് ഒരു 10-25 ദിവസമായി. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ ഈ വണ്ടി അങ്ങോട്ട് നിർത്തല്ലേ. എന്തായാലും ഇനിയിപ്പോൾ ഇത് ഫേസ് ലിഫ്റ്റും പിന്നെ അതുപോലെ കളറും കാര്യങ്ങളൊക്കെ അടിച്ച് വരുമ്പോൾ എന്തായാലും ഈ ബെൽറ്റ് ഇട്ടില്ല സൗണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തായാലും കുറച്ച് ദിവസം എടുക്കും, കുറച്ച് ദിവസത്തെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വേറെ പരിപാടികളൊന്നുമില്ല, വണ്ടി ആവശ്യമില്ലെങ്കിൽ മാത്രമേ. കാരണം ഇത് നമ്മൾ ഡെയിലി ഡ്രൈവ് വണ്ടിയാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. ഇതിപ്പോൾ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ കയ്യിൽ നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണമല്ലോ ഇത് പണിക്കിടാൻ. എന്തായാലും ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ 10-25 ദിവസം എന്തായാലും എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കിറ്റ് എത്തിയിട്ടും ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് നമ്മളെ കിറ്റ് ഇടൽ പരിപാടികളൊക്കെ തീരും. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പെയിൻറ്റ് ചെയ്തടിക്കും എന്നുള്ളൊരു സംശയം, പിന്നെ അതുപോലെ പെയിൻ്റ് അടിച്ചിറങ്ങാനുള്ള ഒരു ടൈമും ഏകദേശം ഇൻഷാ അല്ലാഹ് ഒരു 10-25 ദിവസം കൊണ്ട് ഫുൾ പരിപാടി, 10 ദിവസം കൊണ്ട് ഫുൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങും. ഓക്കെ, അപ്പോൾ നല്ല കളർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സജസ്റ്റ് ചെയ്യുക. നമുക്ക് കളറ് തീരുമാനമായിട്ടില്ല. ആർക്കെങ്കിലും എ ക്ലാസ്സോ അല്ലെങ്കിൽ ഏത് പ്രീമിയം വണ്ടിയാണെങ്കിലും ഫേസ് ലിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ, സഫ്വാനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചൈനയിൽ നിന്ന് നമ്മൾ കിറ്റ് എടുത്ത് തരാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷോപ്പ് റേറ്റ് അനുസരിച്ച്, ഷോപ്പ് റേറ്റ് പൊട്ടിക്കല്ല കേട്ടോ, ഇവിടുത്തെ ഷോപ്പ് റേറ്റ് അനുസരിച്ച് 1.25 ലക്ഷം രൂപേൻ്റെ കിറ്റാണ് നമ്മൾ ഇതിലിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ആ കിറ്റിന് നമുക്ക് ജസ്റ്റ് 1 ലാഖിൻ്റെ ഉള്ളിലേ വില വരുള്ളൂ. 1 ലാഖും വരില്ല, ഒരു 85 ആ റേഞ്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ചൈനയിൽ നിന്ന് കിറ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, സഫ്വാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ എന്താ പറയാൻ വിചാരിച്ച്, നമ്മളെ കിറ്റ് എന്തായാലും ഇപ്പോൾ എത്തും. കിറ്റ് ഓൾറെഡി റോഷൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സാധനം വരുമ്പോൾ നമുക്ക് കാണാനുള്ള ഒരു ത്വര കൊണ്ട് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ഒരു ഗുഡ്സിൽ ലോഡാക്കിയിട്ട് അവിടുന്ന് വിടും. റോഷൻ്റെ വീട്ടിലാണ് സാധനം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കിറ്റ് എത്തിയിട്ട് കിറ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പണി തുടങ്ങിയാൽ നാളേക്ക് പണി തീർത്ത് തരാമെന്നാണ് മനോജേട്ടൻ പറഞ്ഞിട്ടുള്ളത്. കിട്ടുമെന്ന് വിചാരിക്കുന്നു, കിട്ടും. അപ്പോൾ ബാക്കി ഗ്യാരേജ് എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ സ്റ്റെയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് വേറെ കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ കസ്റ്റമറിന് ഒരു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ന്യൂ മോഡലിൻ്റെ സ്റ്റെയറിങ് മറ്റേ ടച്ച് ബട്ടൺസ് ഒക്കെ വരുന്ന അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനോജേട്ടൻ എത്തിയണല്ലോ. മനോജേട്ടൻ്റെ വണ്ടി ഇവിടെ കാണുന്നുണ്ട്, മനോജേട്ടനെ കാണുന്നില്ലല്ലോ.
അതിന് 2 സൈഡ് സ്കേർട്ട് ഉണ്ട്. നമ്മളെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതാ ഫുൾ അൺബോക്സിങ് ആണ് കേട്ടോ. ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ അതാണ് വരുന്നത്. ഫുൾ കിറ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ വരേണ്ട സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രില്ല്, ഗ്രില്ല്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും വരേണ്ടതാണ്. ഇനി ഇത്രയും സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഓഫ്സെറ്റ് ഇത്രയും സാധനങ്ങൾ നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനിയുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് വേറെ ഉണ്ട്, ചെറിയ ചെറിയ ബോക്സുകൾ വേറെ ഉണ്ട്. പക്ഷേ ഇപ്പോഴേ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ടാണ്. കിഡിലും ക്വാളിറ്റി സാധനങ്ങളാട്ടോ. ഇതൊക്കെ പക്ക ABS ആണ് വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെ മൊത്തം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട്. മനോട്ടാ തുടങ്ങിയല്ലെന്നാ വണ്ടി കയറ്റി ഇടണം അല്ലേ? വെറുതെയാൽ മതിയോ? ഓക്കെ, ആദ്യം ബമ്പേഴ്സ് സെറ്റ് ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ വർക്ക് തുടങ്ങി കേട്ടോ. ഓക്കെ മനോട്ടാ, ഇതിപ്പോൾ ഏകദേശം എത്ര ടൈം കൊണ്ട് തീർക്കാം നമുക്ക് അല്ലേ? 1-1.5 ദിവസം കൊണ്ട് ഫുൾ പരിപാടി തീർക്കാം അല്ലേ? അപ്പോൾ 1-1.5 ദിവസം കൊണ്ട് നമ്മളെ ഫുൾ ഫേസ് ലിഫ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും വർക്ക് ഉണ്ട്, ഫേസ് ലിഫ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫുള്ളി കൺവേർഷനാണ് വരുന്നത്. എന്നിട്ട് നമുക്കൊരു 1-1.5 ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് തരാൻ പറ്റും. ഓക്കെ, ഇത് പ്ലെയിൻ ബമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇനി അതിലേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്താലേ എന്താ പറയുക, ഒന്ന് സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. കുറച്ച് പണികളുണ്ട്. എന്തായാലും നമുക്ക് ഇരുന്നാൽ ഒരു 1-2 ദിവസം, 1-1.5 ദിവസം എന്തായാലും ഇതിമേലേ ഇരിക്കേണ്ടി വരും, എന്നാലേ തീരുള്ളൂ. ഓക്കെ, നമ്മളെ എ ക്ലാസിൻ്റെ സ്റ്റോക്ക് ബമ്പേഴ്സ്, സൈഡ് സ്കേർട്ട്, പിന്നെ അതുപോലെ നമ്മളെ ബാക്ക് ബമ്പർ ഒക്കെ സെയിൽ ചെയ്യാനുള്ള കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്ക് ടീമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് തീരുമാനമാക്കി തരാം. ഓക്കെ, അത്യാവശ്യം ഒരു ഓക്കെ റേറ്റിന് തരാം. ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് സെറ്റിങ്ങും പിന്നെ ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. ബാക്കി ഫുൾ പരിപാടികൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ 12 മണിയായി. ലേറ്റ് നൈറ്റ് വർക്കാണ്. നമ്മൾ എങ്ങനെയെങ്കിലും തന്നെ തീർത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് ഇന്ന് ഫുൾ ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ചെറിയ ചെറിയ പണികളുണ്ട്. ഓക്കെ, പക്ഷേ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ബാക്ക് ബമ്പർ, സൈഡ് സ്കേർട്ട് എല്ലാം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ബമ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ കിറ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആദ്യം ഒരു ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. പക്ഷേ അത് ശരിയായ ലുക്കാണ്, സെറ്റായി. അതായത് ഇനിയിപ്പോൾ വണ്ടി നമ്മൾ ഒന്നുകൂടെ ലോവർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലിപ്പ് കൂടെ, ഒരു ഇതുപോലത്തെ ഒരു സാധനം, ഒരു ചെറിയ ലിപ്പ് വരാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പീസ് വരാനുണ്ട്. അങ്ങനെ 4 സൈഡും വരാനുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് വ്യൂന്ന്, ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ സ്കേർട്ട് ആഡ് ചെയ്തു. നമ്മൾ A45 തന്നെ സ്കേർട്ട് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ ബാക്ക് ബമ്പേഴ്സ് കാണിച്ചു തരാം. ആണോ ബാക്ക് വ്യൂ വരുന്നത്. ഓക്കെ, ഇവിടെയും ഒരു ലിപ്പ് വരാനുണ്ട്. ഇവിടെ ഒരു പീസ് വരാനുണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ ഒരു പീസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു പീസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമുക്കിനി ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് സ്പോയിലർ നമ്മൾ തൽക്കാലം ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്തായാലും കളർ ചേഞ്ച് ആണ്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും മൊത്തം അയക്കണം. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി ടോട്ടൽ ഫുൾ പണി കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. സംഭവം ഒന്നും പറയാനില്ല, രക്ഷയില്ല. കാരണം ഫുള്ളി ഫേസ് ലിഫ്റ്റ് ആയിപ്പോൾ. ഫുള്ളി ഒരു എന്താ പറയുക 45ലേക്കുള്ള ഫുള്ളി കൺവേർഷനായി. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും ടൈലൈറ്റ്സും കാണിച്ചു തരാം കേട്ടോ. ശരിയായ മൂഡാണ്. സ്റ്റാർട്ടിങ്ങിൽ ബ്ലൂ കളറിലാണ് വരിക, പിന്നെ അത് വൈറ്റ് ആവും. അതുപോലെ അതിൻ്റെ ടൈലൈറ്റ് ശരിയായ മൂടാണ്. ടൈലൈറ്റ് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം? ഇതിപ്പോൾ ആ സ്പോയിലർ ഊരിയിട്ട് അതിൻ്റെതായൊരു വൃത്തിയുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്പോയിലർ വെച്ച് കണ്ട് ശീലമായതുകൊണ്ടേ ഇങ്ങനെ കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പിന്നെ വർക്ക് നടക്കായതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ഔട്ട്ലുക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.